ഗണപതി ബപ്പ മോര്യ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗണപതി ബപ്പയ്ക്ക് ഒരു പ്രസാദത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഗണപതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞാൻ വെക്കാറുണ്ട്. 10 ദിവസത്തേക്ക് വെക്കും കേട്ടോ. നന്നായിട്ട് പൂജയും കാര്യങ്ങളും പ്രസാദമൊക്കെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നന്നായിട്ട് നമ്മൾ പിള്ളേരെ കെയർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നല്ല ഇതായിട്ടത്തോടെ ശ്രദ്ധയത്തോടെ ഞങ്ങൾ പൂജിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇന്നൊരു പ്രസാദത്തിന് ഇവിടെ ഞാൻ ഒത്തിരി ഇങ്ങനെ ഗണപതിക്ക് കുഴക്കട്ട, ഉക്കിടിച്ച്, മോദകം അങ്ങനെയൊക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ പേട, ലഡ്ഡു അങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ എല്ലാ വട്ടം ഞാൻ ഇങ്ങനെ ഇടുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ വെച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്കിന്ന് കാണാവുന്ന. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് റസ്മലായി മോദക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. റസ്മലായി മോദക് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് റെസിപ്പി. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 200 ഗ്രാം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. പനീർ നമുക്കാണെങ്കിൽ ആദ്യം ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനകത്ത് നമുക്കാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ തന്നെ വേണം ചെയ്യാനായിട്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് 4-5 ഏലക്കയും ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു കടായിലേക്ക് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഈ പനീറൊക്കെ അരച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഞാൻ ഒരു 1/4 കപ്പ് ചൂട് പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുങ്കുമപ്പൂ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് അതിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 200 ഗ്രാം നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പാൽപ്പൊടി ഇട്ടില്ല, അതുകൊണ്ട് അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്ക് കടായി എടുത്താൽ മതി, അപ്പോൾ അടിക്ക് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് മിക്സാക്കി. ഇപ്പോൾ വരെ ഇത് കടായി വിട്ട് വരത്തില്ല, അപ്പോൾ അധികം സമയം പിടിക്കത്തില്ല. ഒരു 10-15 മിനിറ്റ് അത്രയും സമയം പിടിക്കും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് എല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് കടായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനാണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇതെല്ലാം ചോപ്പ് ചെയ്ത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ പറഞ്ഞത് കടായിയൊക്കെ വിട്ട് നന്നായിട്ട് പാകത്തിനായി നന്നായിട്ട് ആവും കേട്ടോ. നമ്മൾ കൈ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നെങ്കിൽ കയ്യിൽ ചെറിയൊരു ബോളാക്കി ഉരുട്ടി നോക്കിയാൽ മതി കേട്ടോ. കയ്യിൽ ഒട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതായിട്ടുണ്ടെന്നാൽ. അപ്പോൾ അതേ ചോപ്പ് ചെയ്തെല്ലാം നട്ട്സ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോദക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മോദക് മോൾഡിലായിരുന്നു റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് വെറുതെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ അത് കാണാൻ ലുക്കിന് വേണ്ടിയായിട്ട് ഞാൻ മോൾഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ മോൾഡാന്ന് ഞാൻ കുറച്ച് നെയ്യും കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും ബദാം പിസ്തയും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നമുക്ക് റസ്മലായി ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നില്ല, അതും കുറേശ്ശെയായിട്ട് എത്ര ചെറിയ ഗ്യാപ്പാണെന്ന് വെച്ചാൽ അത്രയും ചെറിയ ഉരുളെടുക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തൊക്കെ നമുക്ക് ഗ്യാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെയും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു മുന്തിരിങ്ങയോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് എക്സ്ട്രാ വെച്ച് കൊടുക്കണമെങ്കിൽ ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കി നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റസ്മലായി മോദക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗണപതിക്ക് പ്രസാദം ചടായിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രസാദം വെക്കാനായിട്ട് ഞാനിവിടെ പുറത്ത് അഹമ്മദാബാദിൽ ഗുജറാത്തിൽ താമസിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു ഗുജറാത്തി വേർഡ്സൊക്കെ ഇങ്ങനെ വരും കേട്ടോ. നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ അത് നമ്മുടെ ഗണപതി ബപ്പയ്ക്ക് വേണ്ടിയായിട്ടുള്ള പ്രസാദം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.